ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനായി ഉപയോഗിക്കുന്ന മരുന്നുകളെടുത്താൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണോ? ഏകദേശം 1 മില്യൺ IVF സൈക്കിൾ വേൾഡ് വൈഡ് പെർ ഇയർ ചെയ്യുന്നുണ്ട്. എന്നാലും പല ആളുകൾക്കും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനായിട്ടുള്ള മരുന്നുകൾ എടുത്താൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് എല്ലാം ഒരു വ്യക്തമായൊരു ക്ലാരിറ്റി തരാത്തതും അതുപോലെ തന്നെ ഇതുപോലുള്ള റിസർച്ച് നടത്താനുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസുമാണ്. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റഡീസൊക്കെ ഒരു 10-20 വർഷത്തോളമുള്ള ഒരു ഫോളോ അപ്പിന് ശേഷം മാത്രമേ ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാനും അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് കൊണ്ട് എപ്പോഴും അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് നിലനിന്നിരുന്നത്. ബട്ട് നോട്ട് എനി മോർ. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ ഇന്ത്യയിലല്ലെങ്കിലും യൂറോപ്യൻ രജിസ്ട്രിയിലും US ബോർഡ് രജിസ്ട്രിയിലും നടന്നതിൻ്റെ ബേസിസിൽ വി ഹാവ് എ ക്ലിയർ ആൻസർ ടു ദിസ് ക്വറി. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസേഴ്സ് ആണ് സെർവൈക്കൽ, യൂട്രൈൻ, ബ്രസ്റ്റ്, തൈറോയ്ഡ് ആൻഡ് ബ്ലഡ് ക്യാൻസേഴ്സ്. ഇറ്റ് ഈസ് പ്രൂവൺ ദാറ്റ് ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ബ്രസ്റ്റ്, ഒവിയറിൻ ആൻഡ് യൂട്രൈൻ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. US നടന്നിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി ഇൻവോൾവിംഗ് അറൌണ്ട് 64,000 women. The study was led by an Indian which showed that infertility increases the cancer risk. By how much? The absolute increase in the risk was 2%. അതായത് 59 സ്ത്രീകളിൽ ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്നവരിൽ 49 പേരിൽ ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് കൊണ്ടാണോ ഇത്? അല്ല. ആസ് പെർ അമേരിക്കൻ സൊസൈറ്റി ഓഫ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ഗൈഡ് ലൈൻ, there is fair evidence that fertility ട്രീറ്റ്മെൻറ്റിനായി ഉപയോഗിക്കുന്ന മരുന്നുകളായാലും അത് ഇഞ്ചെക്ഷൻ ആയാലും ക്യാൻസറിൻ്റെ റിസ്ക് കൂട്ടുന്നില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിന് ക്യാൻസർ റിസ്ക് കൂടുന്നത്? നമുക്കെല്ലാം അറിയാം, തടിയുള്ള ആളുകൾക്ക് ഷുഗർ വരാനും പ്രഷർ വരാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് പല മെഡിക്കൽ കണ്ടീഷൻസ് ആർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് അതർ കണ്ടീഷൻസ്. ഫോർ എക്സാമ്പിൾ, PCOD എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി കണ്ടീഷൻ ക്യാൻ ലീഡ് ടു എ സ്മോൾ ഇൻക്രീസ് ഇൻ യൂട്രൈൻ ക്യാൻസർ റിസ്ക്. അതുപോലെ തന്നെ എൻഡോമെട്രോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി കണ്ടീഷൻ ചില പ്രത്യേക തരം ഒവേറിയൻ ട്യൂമർ വരാനുള്ള സാധ്യത കൂട്ടുന്നു. സോ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തത് കൊണ്ടല്ല, ഇൻഫെർട്ടിലിറ്റിയുടെ റൂട്ട് കാരണം കൊണ്ടാണ് പല ആളുകൾക്കും ക്യാൻസർ വരാനുള്ള കാരണം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും എടുത്തില്ലെങ്കിലും ഇതേ ക്യാൻസർ നിലനിൽക്കുന്നതാണ്. ഹൗവർ, കുട്ടികൾ ഉണ്ടാവുന്നതും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതും പല ക്യാൻസേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. സോ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഇരിക്കുന്നതിൽ കാര്യമില്ല.